അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ബഞ്ചാറമൂടിലെ കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പര ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളൊക്കെ ആ ഒരു ചർച്ചയിലാണ്. നിരവധി വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള വാർത്തകൾ ഇനി വരാനിരിക്കുകയാണ്. നമ്മളൊക്കെ ഏത് വിശ്വസിക്കണമെന്നറിയാത്ത പലതരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. നമുക്കിപ്പോൾ അറിയേണ്ടത് അഫാൻ എന്തിന് ഈ കൊല നടത്തിയത് എന്ന്. ഇതിന് ശരിയായ ഒരു മറുപടി ആരാണ് നമുക്ക് തരിക? അങ്ങനെയുള്ള ഒരു കൊലയല്ലേ അവൻ നടത്തിയത്? ഈ ഒരു കൊലപാതകത്തിന് എന്ത് കാരണമാണ് പറയാൻ പറ്റുക? കൊന്നു തള്ളിയത് ഒരു കുടുംബത്തിലെ 5 പേരെയാണ്. ആ ഒരു 5 പേരെ എന്തിന് കൊന്നതാണെന്നാണ് പറയുക? കടം വീടാൻ വേണ്ടി കൊല ചെയ്തു അത്രേ. കൊല ചെയ്തിട്ടാണ് ആളുകൾ കടം വീട്ടുക. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണിത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അഫാന്റെ ഉപ്പയെ കുറിച്ച് ഞാൻ പറയാം. കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരു മനുഷ്യൻ, പേര് അബ്ദുറഹീം. ആ മനുഷ്യനാണെങ്കിൽ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് പ്രവാസ ലോകത്ത്. അദ്ദേഹത്തിന് ഈ അടുത്തായിട്ടൊന്നും നാട്ടിൽ വരാൻ പറ്റില്ല. 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന റഹീം ഇപ്പോഴുള്ളത് ദമാമിലാണ്. അദ്ദേഹത്തിന് 7 വർഷമായിട്ടും നാട്ടിൽ വരാൻ പറ്റിയില്ല. സാമ്പത്തിക ബാധ്യതകളും ഇഖാമ പുതുക്കലുമായി ഒരുപാട് പ്രശ്നത്തിലായിരുന്നു അദ്ദേഹം. സ്വന്തം വീട് വിറ്റ് ഈ കടബാധ്യതകളൊക്കെ തീർത്ത് നാട്ടിൽ വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു ഈ ഒരു മനുഷ്യൻ. ആ ഒരു സമയത്താണത്രേ നാടിനെ ഞെടുക്കിയ ഈ ഒരു വാർത്ത കേട്ടത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടാലോ? 4 മണിക്ക് 4 മണിക്കാണ് 3:30-4 മണിയാകുമ്പോഴാണ് അറിയുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലിയിൽ ഞാൻ വെറുതെ നിൽക്കുമ്പോ എന്നെ പെങ്ങളമ്മ വിളിച്ചു പോകാൻ പറഞ്ഞു. വിളിച്ചെന്റെ ഉമ്മയുടെ മരണം പറഞ്ഞ ആദ്യം. ഓക്കെ. അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിന്ന് വിളിച്ച് പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. അപ്പൊ ഇതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരുണ്ട്, അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസുകാർ കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യയുടെ അനിയത്തെ വിളിച്ചു. അപ്പൊ അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അറിയിട്ടില്ലായിരുന്നു. വൈഫ് സീരിയസ് ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഇതിലേക്ക് എത്തിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരങ്ങളും എനിക്കറിയത്തില്ല. നമ്മൾ അഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ. എനിക്ക് തോന്നുന്നില്ല. അവൻ വിസിറ്റിംഗിന് ഞാൻ മക്കളെ കൊണ്ടുവന്ന് വിസിറ്റിംഗിന് വന്നു 6 മാസം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് അഫാൻ ആ രീതിയിൽ അല്ലല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നം സന്തോഷമായിട്ട് ഒരു വന്ന് സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ ചെയ്തു ഒരു പോവുകയും ചെയ്തു. ഈ അഫാനായിട്ട് നിങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞാനിപ്പോ ഒരാഴ്ച അവന് കഴക്കൂട്ടത്തിന്റെ ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വിളിച്ച് വോയിസ് ഇട്ട് സംസാരിച്ചായിരുന്നു. ഈ അഫാന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിട്ടുണ്ടോ? വിഷയങ്ങളും അത് നടന്നില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത്? ഇന്ന് വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ 2-3 ദിവസമായി വിളിച്ചിട്ട്. അപ്പോഴൊന്നും നേരത്തെ ഒന്നും ഇതുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. അവന് ബാക്കിനോട് ചോദിച്ചു പറഞ്ഞു തലയ്ക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും ഒരു സാമ്പത്തിക ഒരു പ്രയാസം ബുദ്ധിമുട്ട് അവനിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് അവനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാര്യം എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ. അവനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞു അവരുടെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് പൈസ വാങ്ങിച്ചാൽ പകുതി പൈസ ഞാൻ കൊടുത്ത് കൊടുത്താലും പിന്നെ പകുതി പൈസ എങ്ങനെയോ അഡ്ജസ്റ്റ് കൊടുത്തു. ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കാണുമായിരിക്കും. അല്ല, നിങ്ങൾ പറയേണ്ടത് ഇപ്പൊ വിരിഞ്ഞാന്ന് 2 ദിവസം മുമ്പാണ് അല്ല മോഹനായിട്ട് സംസാരിച്ചത്. മാനസിക അങ്ങനെയല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അവനില്ല. ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ പാവം മനുഷ്യൻ ഈ ഒരു വാർത്ത അങ്ങ് പ്രവാസ ലോകത്തുനിന്ന് കേട്ടപ്പോൾ ആ ഒരു മനുഷ്യൻ തളർന്നു പോയിരുന്നു. ആദ്യമൊന്നും സുഹൃത്തുക്കളൊന്നും പറഞ്ഞില്ല. പിന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കി ഇദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കടബാധ്യതകളുള്ളത് എനിക്കാണെന്ന് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയേണ്ടത് ഇവൻ എന്തിനാണ് ഈ കൊല നടത്തിയതെന്ന്. എന്തിനായിരിക്കും? കടം വീടാൻ വേണ്ടി കൊല ചെയ്താൽ കടം വീടാൻ പറ്റും? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കടം വീടുക? മകന്റെ മരണക്കണിയിൽ നിന്നും രക്ഷപ്പെട്ട അഫാന്റെ ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മയുടെ ബോധം ഇന്ന് തെളിഞ്ഞു അത്രേ. ആദ്യം ചോദിച്ചത് തൻ്റെ ഇളയ മകനായ അഫ്സാനെ കുറിച്ച്. തൻ്റെ മകനെ കാണണമെന്നും തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെന്നുമാണ് ഉമ്മ ആദ്യം ആവശ്യപ്പെട്ടത്. മകൻ മരിച്ച വിവരമൊന്നും
ഉമ്മയെ അറിയിച്ചില്ല. ബോധം തെളിഞ്ഞ ഉമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് എന്തു പറ്റിയതാണെന്ന് ചോദിച്ചു. ഒന്നും അറിയാത്ത ഉമ്മ പറഞ്ഞു, ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീണതാണെന്ന്. മകനെ രക്ഷിക്കാനുള്ള ഉമ്മയുടെ ആ ഒരു വെപ്രാളമായിരുന്നു അവിടെ കാണിച്ചത്. നടന്ന സംഭവമൊന്നും ഉമ്മ അറിയില്ല. ഏതൊരു ഉമ്മയും അങ്ങനെ തന്നെയാണ്. എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ഉമ്മ പുറത്തു തരും. മകനെ രക്ഷിക്കാനുള്ള വെപ്രാളമായിരുന്നു ഉമ്മക്ക്. മകൻ ഇത്രയേറെ കൊലപാതകം ചെയ്തതാണെന്ന് ഈ ഉമ്മ അറിയുന്നില്ല. മകൻ കുടുംബത്തിലെ 5 പേരെ കൊന്നൊടുക്കിയ കാര്യം ഈ ഉമ്മ അറിയുന്നില്ല. ചെറിയ കുഞ്ഞനുജനടക്കം ഉമ്മുമ്മയെ വരെ. മരണപ്പെട്ട 5 പേരെയും ഇന്ന് ഖബറടക്കി. സങ്കടം സഹിക്കാൻ പറ്റാതെ ഉറ്റവരും ഉടയവരും പൊട്ടിക്കരയുകയായിരുന്നു. എന്നാലും കൊല ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൊലപാതകം, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കൊലപാതകം എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അവിടെ വരുന്നത്. ഈ ഒരു കൊലപാതകത്തിന് എന്ത് ന്യായീകരിച്ചാലും കൊലപാതകം ചെയ്തത് എന്തിനാണെന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കില്ല. അവൻ കൊന്നു തള്ളിയിരിക്കുന്നത് കുഞ്ഞനുജനെയും ഉമ്മുമ്മയും ഒരു അന്യ വീട്ടിലെ പെൺകുട്ടിയെയുമാണ്. ഒരു ന്യായീകരണവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കൊലയാണ് ഇവൻ ചെയ്തത്. ഓരോ ന്യൂസുകളിലും ഓരോ ന്യായീകരണങ്ങളാണ് നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ഇതിൽ ഏത് വിശ്വസിക്കണമെന്ന് നമ്മൾ ബുദ്ധിപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കൊല ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ സൈക്കോയായിരിക്കണം, മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമയായിരിക്കണം. ഈ രണ്ടും ഇല്ലാത്തവനിക്ക് ഇങ്ങനെ ഒരു കൊല ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ന്യൂസുകളിലൊക്കെ വരുന്ന വാർത്തകളിൽ എന്താണ് ന്യായീകരണമുള്ളത്? ഈ ഒരു കൊലക്കുള്ള ന്യായീകരണമാണോ ഇത്? എന്ത്, കടം വീടാൻ വേണ്ടി കൊല ചെയ്തു എന്നോ? എനിക്കതല്ല മനസ്സിലാവാത്തത്. ഉപ്പക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, ഓക്കെ. ഒരുപാട് പ്രശ്നങ്ങളും എന്തൊക്കെയോ ബിസിനസ്സുകൾ നടത്തിയ കടബാധ്യതകളും അദ്ദേഹത്തിനുണ്ട്, അതൊക്കെ ഓക്കെ. ഈ ഉമ്മക്ക് എങ്ങനെയാണ് ഈ 70 ലക്ഷത്തോളം കടബാധ്യതകൾ ഉണ്ടായത്? ഉപ്പ അവിടെ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ ഓക്കെ. ഉമ്മ ഒരു ക്യാൻസർ രോഗിയാണ്, അതേ സംബന്ധിച്ചുള്ള ചികിത്സക്ക് പൈസയായിട്ടുണ്ടാകാം. അതും പോരാണ്ട് 25 ലക്ഷം ഈ കൊല ചെയ്ത ചെറുക്കനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കടം തന്നെ. ഉപ്പക്കും കടം, ഉമ്മക്കും കടം, മകനും കടം. ഈ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി എല്ലാവരെയും അങ്ങ് കൊന്നൊടുക്കുക. ഇത് നമ്മളെയൊക്കെ വട്ടുപിടിപ്പിക്കുന്ന ഒരു കേസായി പോയി. ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കൊലപാതകം. പോട്ടെ, കുടുംബം മൊത്തത്തിൽ കടം തന്നെ. എന്നാലും ഈ കൊല ചെയ്താൽ ഈ കടം വീടാൻ പറ്റുമോ? ശരിക്കും ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു സംഭവം തന്നെയാണിത്. എന്ത് വിശ്വസിക്കണം എന്നറിയാത്ത ഒരവസ്ഥ. നമുക്കിപ്പോൾ അറിയേണ്ടത് അഫാൻ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന്. എന്തിനാണെന്ന് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കുക. നമുക്കൊക്കെ ഒന്നറിയാം, കൊല ചെയ്തത് എന്തിനാണെന്ന് അറിയില്ല. കൊല ചെയ്തത് 6 പേരെ കൊല ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും 5 പേരെ മരണപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഉത്തരം കിട്ടാത്ത കൊലപാതകത്തിന്റെ വാർത്തകൾ ഇനിയും വരാനിരിക്കെ താൽക്കാലികമായി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.